വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 19th ജൂലൈ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 21st ജൂലൈ മുതൽ 25th ജൂലൈ വരെയുള്ള വീക്കാണ്. നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഫെസിലിറ്റി കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മലയാളത്തിലാണ് ഞാൻ ബേസിക്കലി ഈ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് ഈ ഇംഗ്ലീഷിലൂടെ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതിൽ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ കോർണറിൽ ആ സെറ്റിങ്സ് എന്നുള്ള സെറ്റിങ്സിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി there was many requests from our clients to have videos in English also. You can see this video basically in Malayalam. You can convert this, you can change the language to English by pressing on the settings and changing the language from Malayalam to English. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് പേർക്ക് ഓട്ടോമാറ്റിക്കലി ഞങ്ങളിവിടുന്ന് മലയാളത്തിൽ സാധാരണ പബ്ലിഷ് ചെയ്യുന്നത് പോലെയാണ് പബ്ലിഷ് ചെയ്തതെന്നുണ്ടെങ്കിലും ചിലർക്കത് ഇംഗ്ലീഷിലാണ് വന്നത്. അത് യൂട്യൂബിൻ്റെ ഏതോ സെറ്റിങ്സ് അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പലർക്കും ഇതെന്താ ഇംഗ്ലീഷിലേക്ക് മാറ്റിയെന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ബേസിക്കലി മലയാളത്തിൽ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് അത് ചിലർക്കത് വരുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ലാംഗ്വേജ് ഒന്ന് മാറ്റിയാൽ നിങ്ങൾ സാധാരണ കാണുന്ന പോലെ തന്നെ മലയാളത്തിൽ കാണാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലും മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് 181 പോയിൻറ്റ്സോടെ താഴ്ന്ന് 24,968 ക്ലോസ് ചെയ്തത്. കുറച്ച് ആഴ്ചകളായിട്ടും മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ ബേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ എന്തായാലും നിഫ്റ്റി 25,000 എന്നുള്ള മാർക്കിന് താഴെ 24,968 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ താരിഫിൻ്റെ ഒരു നെഗോഷിയേഷൻ നടക്കുന്നത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമുള്ളൊരു എക്സ്പാൻഷൻ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. സെൻസെക്സിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 742 പോയിൻറ്റ്സ് താഴ്ന്ന് 81,757 ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 59,104 462 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. അത് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് കാണാം നമുക്ക്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഒരു പോസിറ്റീവായിട്ടുള്ള 196 പോയിൻറ്റ്സ് ഉയർന്ന 18,956 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് മകനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ NVIDIA എന്ന് പറയുന്ന ഷെയർ അത് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാനിതുവരെയും US മാർക്കറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം NVIDIA എന്നുള്ള കമ്പനി ഇപ്പോഴത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സമയത്ത് അവരുടെ CPU-കളും അതുപോലെ തന്നെ GPU-കളും കൂടുതലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന GPU ഒക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് NVIDIA എന്നുള്ള ആ കമ്പനി. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു റാലിയിലൂടെ ഒക്കെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദിച്ചതെന്ന് ഞാൻ മകനോട് ചോദിച്ചപ്പോൾ ആൾ നൽകിയ മറുപടി അത് ആ കമ്പനി ഇപ്പോൾ 4 ട്രില്യൺ എന്നുള്ള ഏറ്റവും മാർക്കറ്റ് ക്യാപ്പ് 4 ട്രില്യൺ ഉള്ള ഏറ്റവും വലിയൊരു കമ്പനിയായി എന്നുള്ളൊരു ന്യൂസൊക്കെ ഓൺലൈനിലൊക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് ആൾ. എന്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയും വാങ്ങിക്കൂടാ, ഇനിയും അത് മുകളിലേക്ക് തന്നെ പോകുമല്ലോ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ആൾക്ക് കൂടുതൽ ഈ NVIDIAയുടെ ചിപ്സുകളാണ് ഗെയിമിംഗ് സോഫ്റ്റ്വെയർസിലൊക്കെ ഉപയോഗിക്കുന്നത് ഒക്കെ കണ്ടുകൊണ്ടാണ് ആൾ കൂടുതൽ ഇതിനെ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ NVIDIA എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് NVIDIAയുടെ നാസ്ഡാക്കിലുള്ള ചാർട്ടാണ്. ആക്ച്വലി കമ്പനി ജൂലൈ 23 പീരീഡിൽ നോക്കുകയാണെങ്കിൽ $44 ആണ് ഈ NVIDIAയുടെ ഷെയർ പ്രൈസ് ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് ഒരു $172 പെർ ഷെയറാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 2 കൊല്ലം കൊണ്ട് വലിയൊരു റാലി തന്നെ ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഇനിയും കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ വരുന്നേ ഉള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇനിയും അഡ്വാൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമില്ല. ഒരു പക്ഷേ $200 അധികം വൈകാതെ പോകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ എന്തായാലും മകനോട് പറഞ്ഞു ഞാനൊരു 100 ഷെയർസ് അല്ലെങ്കിൽ 150 ഷെയർസ് NVIDIAയുടെ ഞങ്ങളുടെ HDFC ബാങ്ക് എന്നുള്ള HDFC സെക്യൂരിറ്റീസിലുള്ള അക്കൗണ്ടിലൂടെ നമുക്ക് US വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനതിൽ കുറച്ച് എനിക്ക് ഓൾറെഡി HDFC സെക്യൂരിറ്റീസിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓൾറെഡി അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൽ NVIDIA എന്നുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് അവിടുത്തെ ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരും നമുക്ക് എന്നുണ്ടെങ്കിലും ഒരു വേൾഡിലെ ഏറ്റവും നല്ലൊരു കമ്പനി, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു കമ്പനിയിൽ കുറച്ച് ഷെയർസ് നമുക്ക് ഹോൾഡ് ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായം ആണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഞാൻ ബേസിക്കലി മുമ്പും പറയാറുള്ള കാര്യമാണ്, മക്കളെയൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആംഗിളിലേക്ക് കൂടെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം. കാരണം നമ്മൾ ഏത് പ്രൊഫഷനായാലും, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും, ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഒരു പ്രൊഫഷണൽസ് ഡോക്ടേഴ്സാണ്. കാരണം നമുക്ക് ഏത് പ്രൊഫഷനാണെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ലിക്വിഡായിട്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ കിട്ടുന്നതിനെ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളിൽ നമ്മൾ ഡയമണ്ട് പിക്സിലൂടെയൊക്കെ പല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈവൻ 500% വരെ റിട്ടേണൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ മക്കളോടൊക്കെ പറയാറുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ സെലക്ട് ചെയ്യുക, അതിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല സ്റ്റോക്കുകളും, ഫോർ എക്സാമ്പിൾ BSE എന്നുള്ള സ്റ്റോക്കൊക്കെ ഒരു 500 to 700 റേഞ്ചിലൊക്കെ നമ്മൾ പലരും ഇൻവെസ്റ്റ് ചെയ്തതാണ് പിന്നീട് 7000 ലെവലിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹ്യൂജ് റിട്ടേൺ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് ആ റിട്ടേൺ ലഭിക്കാനായിട്ട് നമ്മൾ യാതൊരു എഫർട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടന്ന് അവിടെ അത് കിടക്കുകയും അതിനുശേഷം അത് വളരുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നൽകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് US മാർക്കറ്റിൽ പോലും നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പല ബ്രോക്കേഴ്സും ഈ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. HDFC സെക്യൂരിറ്റീസും അതുപോലെ തന്നെ മോത്തിലാൽ ഒസ്വാളും ഒക്കെ ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് US മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയുള്ള കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇന്ത്യൻ കമ്പനീസും ഇനി ഏതെങ്കിലുമൊക്കെ കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന കമ്പനികളൊക്കെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്കൊക്കെ ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റിയും നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കമ്പനികളിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ Q4 റിസൾട്ട്സ് വന്നപ്പോൾ റിലയൻസ് കഴിഞ്ഞ ഫ്രൈഡേയിൽ മാർക്കറ്റിന് ക്ലോസിന് ശേഷം Q1 റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ പ്രോഫിറ്റ് വന്നത് 78% quarter-on-quarter ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 26,994 crores പ്രോഫിറ്റാണ്. എന്തായാലും ഈ പ്രോഫിറ്റിൽ ഒരു വൺ ടൈം പ്രോഫിറ്റായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് എന്നുള്ള കമ്പനിയിൽ റിലയൻസിനുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിറ്റതിൻ്റെ പ്രോഫിറ്റായിട്ടുള്ള 8,924 crores അതർ ഇൻകം കൂടെ വന്നിട്ടുണ്ട്. അതൊരു വൺ ടൈം ഇൻകമായിട്ട് തന്നെ കാണണം. അത് എന്തായാലും ആക്ച്വൽ പ്രോഫിറ്റ് 78% ഇൻക്രീസാണ് റിലയൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ റവന്യൂ 5.3% ഇൻക്രീസ് ചെയ്ത് 2,48,660 crores കൂടെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ JSW സ്റ്റീലിൻ്റെ Q1 റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 158% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ ഗ്രോത്താണ്
ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് 2184 ക്രോർസിൻ്റെയാണ്. ഇത് എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റാണ് JSW സ്റ്റീലിൻ്റെ Q1 റിസൾട്ട്സ് വന്നിട്ടുള്ളത്. JSW സ്റ്റീലും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ JSW സ്റ്റീലിൻ്റെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 43,147 ക്രോർസാണ് വന്നിട്ടുള്ളത്. ഇത് 0.5% ഇൻക്രീസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് JSW സ്റ്റീലിൻ്റെ ചാർട്ടാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1034ലാണ്. ഏതായാലും റിസൾട്ടിന് ശേഷം ഒരു മ്യൂട്ടർ ക്ലോസിംഗ് ആയിരുന്നു ഫ്രൈഡേയിലെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ JSW സ്റ്റീലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ ടെക് മേജറായിട്ടുള്ള വിപ്രോ കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 11% പ്രോഫിറ്റിലുള്ള ഗ്രോത്താണ് ഡിക്ലെയർ ചെയ്തത്. 3330 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 0.7% മാത്രമാണ് ഉയർന്നിട്ടുള്ളൂ. 22,134 ക്രോർസിൻ്റെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വിപ്രോ ഇൻട്രൻ ഡിവിഡൻ്റായിട്ട് ₹5 പെർ ഷെയർ ആണ് ഫിനാൻഷ്യൽ ഇയർ 25-26 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത് 28 ജൂലൈ ആണ്. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 15 മുമ്പ് തന്നെയായിട്ട് ഇൻട്രൻ ഡിവിഡൻ്റായി ₹5 നൽകുമെന്ന് തന്നെയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന വിപ്രോയുടെ ചാർട്ടാണ്. വിപ്രോ 266 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപ്രോ ഒരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം ഇപ്പോൾ 266 ലെവലിൽ ട്രേഡ് ചെയ്യുന്ന വിപ്രോ ഈ ഒരു നല്ല റിസൾട്ടിന് ശേഷം വരും ദിവസങ്ങളിൽ ഒരു 300 ലെവലിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു IT മേജറായിട്ടുള്ള HCL ടെക്നോളജീസ് കഴിഞ്ഞ വീക്കിൽ Q1 റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 4307 ക്രോർസ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് ഒരു 8% ഗ്രോത്താണ് HCL ടെക്നോളജീസും നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് HCL ടെക്നോളജീസിൻ്റെ 6% ഇൻക്രീസ് ചെയ്ത് 30,246 ക്രോർസിൻ്റെയാണ് വന്നിട്ടുള്ളത്. HCL ടെക്നോളജീസും ഒരു 18 പെർ ഷെയർ ഇൻട്രൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 26 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ കാണുന്നത് HCL ടെക്നോളജീസിൻ്റെ ചാർട്ടാണ്. HCL ടെക്നോളജീസ് ഒരു കറക്ഷൻ ശേഷം കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1548 ലെവലിലാണ്. HCL ടെക്നോളജീസും അടുത്ത ഒരു IT സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിൽ മുകളിലേക്ക് ഇനി മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജീസും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലയൻറ്റ് ആണ്. അദ്ദേഹം കുറേ വേറെ സ്റ്റോക്കുകളിൽ നമ്മുടെ ഡയമണ്ട് പിക്കുകളിലൊക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലയൻറ്റാണ്. അദ്ദേഹം എനിക്ക് അയച്ചൊരു മെസ്സേജാണ്. അപ്പം ഞാൻ ആ ഒരു മെസ്സേജ് എനിക്ക് പലപ്പോഴും ഇതുപോലുള്ള മെസ്സേജുകൾ വളരെ ഫിനാൻഷ്യലി വളരെ മോശമുള്ള സ്റ്റോക്കുകളിൽ വില കുറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു വലിയൊരു അതിൽ നിന്ന് വരുന്നൊരു വിപത്ത് അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് എങ്ങനെയാണ് കലാശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാനായിട്ട്, അത് പ്രത്യേകിച്ച് പുതിയതായിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പ്രൈസ് വളരെ കുറവായതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കമ്പനികൾ സെലക്ട് ചെയ്യരുത്. കാരണം അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്നുള്ള സ്റ്റോക്ക്. അതിലൊരു ക്ലയൻറ്റ് അയച്ചൊരു മെസ്സേജാണിത്. Dear sir, I want to ask a suggestion. Apart from that, I am holding 1 lakh shares of Vodafone Idea at 17 rupees. Now the share is at 770 rupees. അതായത് 1 lakh ഷെയർസ് എന്ന് പറയുമ്പോൾ 17 lakhs ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നൗ ഇറ്റ്സ് ഡിപ്പ് ബൈ 54%. I am ready to hold that for a period of 5 years also. What is your opinion in this regard? Any to average or sell or hold? Please reply whenever you get time. Thank you in advance എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിലൊന്നും അല്ല ഇതുപോലെ പലർക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. ഇതൊരു പലരും ഫിനാൻഷ്യൽസ് കമ്പനിയുടെ നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാനിത് കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്ക് ഇപ്പോൾ
ഐഡിയ 17-20 ട്രേഡ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 772 അപ്പോൾ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലേക്ക് പിന്നെയും താഴെ വരുമ്പോൾ ആവറേജ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താണ് ഇനി വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ നോക്കൂ, നമ്മൾ ഐഡിയയുടെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഓരോ ക്വാർട്ടറിൻ്റെ നെറ്റ് ലോസ് കമ്പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 7,166 crores ഐഡിയയുടെ ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പത്തെ ക്വാർട്ടറിൽ 6,609 crores ലോസാണ് കമ്പനിക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനു മുമ്പത്തെ ക്വാർട്ടറിൽ 7,175 crores. അതായത് എല്ലാ ക്വാർട്ടറിലും നമ്മൾ പിന്നീട് പ്രീവിയസ് ക്വാർട്ടറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു 7,000 crores ലോസ് ഈ കമ്പനി എല്ലാ ക്വാർട്ടറിലും ആ ലോസിലേക്കാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി വരും ദിവസങ്ങളിൽ ഇനി പ്രോഫിറ്റിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് നല്ലതായിട്ട് വരുമെന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. പക്ഷേ നമ്മളെന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൽ അഡ്വൈസ് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക, ഇനി ഫർദർ ആഡ് ചെയ്യാതെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നോക്കുക, ആഡ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിനി വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബൈ റേറ്റിങ്ങിലേക്കും വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യാതിരിക്കുക. കാര്യം നമ്മൾ ഐഡിയ എന്നുള്ള സ്റ്റോക്ക് ഒരു പക്ഷേ നമ്മൾ ബൈ ചെയ്തൊരു സമയത്ത് നമ്മൾ വളരെ നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഈ കമ്പനി ആദ്യമെന്നുണ്ടെങ്കിലും ഈ ഇൻഡസ്ട്രിയിലുണ്ടായ ആ ഒരു ഡിസ്ട്രപ്ഷൻ്റെ പേരിൽ പിന്നീട് നടന്ന കോമ്പറ്റീഷനിലൊക്കെ ഈ കമ്പനി വലിയ ലോസിലേക്ക് പോവുകയും കസ്റ്റമർ ബേസൊക്കെ ജിയോ മൊബൈൽസൊക്കെ വന്നതിന് ശേഷം കസ്റ്റമേഴ്സ് മുഴുവൻ ഐഡിയയിൽ നിന്ന് അവിടേക്ക് ജിയോയിലേക്ക് പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെയുള്ള വലിയ ലോസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്രൈസ് താഴ്ന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതുപോലെയുള്ളൊരു ലോസ് മേക്കിംഗ് കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടേഴ്സിലെ കമ്പനി പ്രോഫിറ്റിലാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോഫിറ്റിലല്ലാത്ത കമ്പനികളിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും വേണം. നമ്മളിതുപോലെ എല്ലാ വീഡിയോയിലും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള 4 സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ആനന്ദ് രാത്തി വെൽത്ത് എന്നുള്ള കമ്പനിയെക്കുറിച്ചാണ്. നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ വളരെ നല്ലൊരു മൂവ്മെൻറ്റോടുകൂടി കഴിഞ്ഞ വീക്കിൽ 2621 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് രാത്തി വരും ദിവസത്തിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്നുള്ള കമ്പനിയും ഒരു 3,399 ലെവലിൽ നിന്നൊക്കെയാണ് ഒരു കറക്ഷനിലൂടെ കടന്നു പോയത്. മാർക്കറ്റിൽ മിഡ് ക്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്തൊരു സമയത്ത് കറക്ഷനിലൂടെ കടന്നു വന്ന് ഇപ്പോൾ തിരിച്ചൊരു അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ 2,365 ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസും വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തേർഡ് സ്റ്റോക്ക് PVR INOX ആണ്. PVR INOX കഴിഞ്ഞ ദിവസത്തിൽ 1,748 നിന്നൊക്കെയുള്ള കറക്ഷൻ 830 വരെ പോയതിന് ശേഷം ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ വന്ന് 1,019 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PVR INOX എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂവീസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആനന്ദ് രാത്തി വെൽത്ത് 18.52% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ പതഞ്ജലി 16% ഉയർന്നും, ന്യൂലാൻഡ് ലാബ് 15% ഉയർന്നും, ഗുജറാത്ത് മിനറൽ 14% ഉയർന്നും, ശോഭ 13% ഉയർന്നും, തെർമാക്സ് 12% ഉയർന്നും, ആധാർ ഹൗസിംഗ് 11% ഉയർന്നും, സുമിറ്റോമോ കെമിക്കൽ 11% ഉയർന്നും, നെറ്റ്വർക്ക് 11% ഉയർന്നും, സാൻ എനർജി 11% ഉയർന്നും, ഗോഡ്ഫ്രീ ഫിലിപ്സ് 11% ഉയർന്നും, RR കേബിൾ 10% ഉയർന്നും, HDFC AMC 9% ഉയർന്നും, പിരമാൽ എൻ്റർപ്രൈസസ് 8% ഉയർന്നും, KEI ഇൻഡസ്ട്രീസ് 8% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം.
അതുപോലെ കഴിഞ്ഞ വീക്കിലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,671.6 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,490.6 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 11th ജൂലൈയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,149ലും 14th ജൂലൈയിൽ 67 പോയിൻറ്റ്സ് താഴ്ന്നും, അതുപോലെ 15th ജൂലൈയിൽ 113 പോയിൻറ്റ്സ് ഉയർന്നും, 16th ജൂലൈയിൽ 16 പോയിൻറ്റ്സ് ഉയർന്നും, 17th ജൂലൈയിൽ 100 പോയിൻറ്റ്സ് താഴ്ന്നും, അതുപോലെ 18th ജൂലൈയിൽ 143 പോയിൻറ്റ്സ് കൂടെ താഴ്ന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,968ലാണ്. കഴിഞ്ഞ വീക്കിലെ ലോസ് 181 പോയിൻറ്റ്സ് ആണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ മാസത്തിലെ 3 ആഴ്ചകളിലും ലോസാണ് നിഫ്റ്റിക്ക് വന്നിട്ടുള്ളത്. ടോട്ടൽ ലോസ് 548 പോയിൻറ്റ്സ് ആണ് ജൂലൈയിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,064ലും 100 DMA ഇപ്പോൾ ഉയർന്ന് 24,144ലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ 50 DMA വരുന്നത് 25,035ലാണ്. 20 DMA വരുന്നത് 25,318ലുമാണ്. അതുപോലെ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ പിവറ്റ് പോയിന്റ് വരുന്നത് 25,047ലാണ്. ആ ലെവലിന് മുകളിൽ വരുന്ന റെസിസ്റ്റൻസുകൾ 25,384, 25,512, 25,966, 26,416, 27,162 എന്നീ ലെവൽസാണ്. അതേസമയം 25,047 താഴെ വരുന്ന സപ്പോർട്ടുകൾ 24,839, 24,502, 24,023, 23,573 എന്നീ ലെവൽസാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച്, വീക്കിലി ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,966ഉം ലോവർ റേഞ്ച് 24,023 ആയിരിക്കും. അതുപോലെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,047 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഹെറിറ്റേജ് ഫുഡ്സ് ആണ്. ഈ സ്റ്റോക്ക് ഒരു കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 492 ലെവലിലാണ്. എന്തായാലും സ്റ്റോക്ക് ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നുള്ളൊരു അപ്വേർഡ് മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ 492 മുകളിൽ ഈ സ്റ്റോക്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 545 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ഹെറിറ്റേജ് ഫുഡ്സ് ആണ്. അടുത്ത റെസിസ്റ്റൻസ് 545 ആണ് ഈ സ്റ്റോക്കിൻ്റെ ഇത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പിൾ എ ടെക്നിക്കൽ പിക്ക് ഈ വീക്കിലേത് ശോഭയാണ്. ശോഭ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,695ലാണ്. ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,695 മുകളിൽ സ്റ്റോക്കിന് ശോഭയുടെ അടുത്ത റെസിസ്റ്റൻസ് 1,865 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ എ ടെക്നിക്കൽ പിക്ക് ശോഭ ലിമിറ്റഡ് ആണ്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ആഴ്ചയിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ സുമിത്തോമ കെമിക്കൽ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, കിംസ്, NTPC ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും എല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.